ഹരി ഓം. എല്ലാവർക്കും സുഖാസനത്തിലിരിക്കാം. കൈ നമസ്കാരത്തിൽ 3 പ്രാവശ്യം ഓംകാരം പ്രാർത്ഥന ചൊല്ലാം. ഊരക ചെയ്തുകൊണ്ട് ഓ സംഗച്ഛത്വം സംവദത്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ സംജാനാന ഉപാസതേ സംജാനാന ഉപാസതേ. പ്രാർത്ഥനയുടെ സാരാംശം: നിങ്ങൾ ഒരുമിച്ച് ചേരുക, ഒരുമിച്ച് സംസാരിക്കുക, നിങ്ങളുടെ മനസ്സുകൾ ഒരേപോലെ ആകട്ടെ. പണ്ട് ദേവന്മാർ ഒരുമിച്ച് യജ്ഞഭാഗം സ്വീകരിച്ചതുപോലെ നിങ്ങളും ഐക്യത്തോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കട്ടെ. ഹരി ഓം. മെല്ലെ മുകളിലോട്ട് വരാം. കൈകൾ മെല്ലെ വലത് കാലം മുന്നിൽ വെച്ച് മെല്ലെ മേലോട്ട് വരാം. കൈകൾ മെല്ലെ താഴെ വെക്കാം. ഇനി നമ്മള് യോഗ ഡേന്റെ അഭ്യാസങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ചലനക്രിയ. ചലനക്രിയക്ക് സമസ്ഥിതിയിലോട്ട് വരാം. കാല് 1-2 ഇഞ്ച് അകലത്തിൽ വെക്കാം. കൈകൾ മെല്ലെ താഴോട്ട് നേരെ നിൽക്കാം. ശിരസ്, നട്ടല് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നേരെ സമസ്ഥിതി. കൈകൾ പതിയെ ഇടുപ്പിന്റെ ഭാഗത്തേക്ക് ഒന്ന് വെക്കാം. ആദ്യം ഗ്രീവ ചാലന്. കഴുത്തിൻ്റെത് മുന്നോട്ടും പുറകോട്ടും അനക്കി കൊടുക്കുക. കഴുത്ത് നേരിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കഴുത്തിന്റെ ഭാഗം പതിയെ കഴുത്തിലെ ചിന്നിങ്ങനെ കഴുത്തിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ ശിരസ് മുകളിലോട്ട് നേരെ കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് ബാക്കിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ നേരെ കൊണ്ടുവരാം. ഇത് ഒരു തവണ. വലതുവശത്തോട്ട് ഒന്ന് ചരിക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ വലതുവശത്തോട്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗം, ശിരസിന്റെ ഭാഗം വലതുവശം ചരിക്കാം. ഷോൾഡർ മുകളിലോട്ട് ഉയർത്തരുത്. എത്ര കഴിയോ കൂടുതൽ കഴുത്തിന് മർദ്ദനം ചെയ്യരുത്. പതിയെ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് നേരെയാക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തോട്ട് കഴുത്തിന്റെ ഭാഗം ശരിക്കും. ശ്വാസം എടുത്തുകൊണ്ട് നേരെയാക്കാം. ഇത് ഒരു തവണ. ഇന്നൊരു തവണ ആവർത്തിച്ച് ചെയ്യാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തോട്ട് ചരിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരാം. അടുത്തത് വലതുവശം. പൂർണ്ണമായും നമ്മുടെ കഴുത്തിന് വലതുവശത്തോട്ട് ഒന്ന് ചരിക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ ശിരസ് നമ്മുടെ ചിന്ന് തോളിന്റെ നേരെ കൊണ്ടുവരാൻ നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ നേരെ വരാം.
ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തോട്ട്, തോളിന്റെ നേരെ കഴുത്തിന്റെ ഭാഗം വരാൻ ശ്രമിക്കാം. നമ്മുടെ വലതുവശത്തെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നേരെയാക്കാം. കൈകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവരാം. വിശ്രമിക്കാം. കൈകൾ ഇടുപ്പിന്റെ അടുത്ത് വെക്കാം. കഴുത്ത് ചുറ്റിക്കൊടുക്കാം. റൊട്ടേഷൻ. പതിയെ ചിന്ന് കഴുത്തിനൊന്ന് ലോക്ക് ചെയ്യാം. വലതുവശത്തോട്ട് ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തോട്ട് കഴുത്തൊന്ന് ചുറ്റി ഇടതുവശത്തോട്ട് പതിയെ നേരെ കൊണ്ടുവരാം. ഒരു തവണ കൂടെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തോട്ട് കഴുത്ത് പൂർണ്ണമായും ഇടതുവശത്തോട്ട് നേരെ വരാം. ഇത് ഒരു തവണ. ഇന്നൊരു തവണ ആവർത്തിച്ച് ചെയ്യാം. നേരെ. ഇനി റിവേഴ്സ് ഒന്ന് ചെയ്യാം. ഇടതുവശത്തോട്ട് കഴുത്ത് പതിയെ പുറകിലോട്ട് പോയി വലതുവശത്തോട്ട് നേരെയാക്കാം. ഒരു തവണ കൂടെ ചെയ്യാം. കഴുത്ത് നേരെയാക്കാം. കൈകൾ മെല്ലെ താഴെ. വിശ്രമിക്കാം. അടുത്തത് ഷോൾഡർ റൊട്ടേഷൻ. മെല്ലെ കൈകൾ ഇരുവശങ്ങളിൽ നിന്നും പതിയെ മുകളിലോട്ട് ഉയർത്തി കൈപ്പത്തി ആകാശം നോക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് തോളിന്റെ ഭാഗത്തേക്ക് കൈകൾ കൊണ്ടുവരാം. പതിയെ നമ്മുടെ കൈമുട്ടുകൾ പരസ്പരം ഒന്ന് ചേർക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലോട്ട് പോയി നേരെയാക്കാം. മുൻവശത്തോട്ട് കൊണ്ടുവരാം. ഒരു തവണ കൂടെ ചെയ്യാം. റിവേഴ്സ് ചെയ്യാം. തിരിച്ച് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ബാക്കിലോട്ട് നേരെ മുകളിലോട്ട് ഉയർത്തി പതിയെ താഴോട്ട് കൊണ്ടുവരാം. ഒരു തവണ ആവർത്തി ചെയ്യാം. മെല്ലെ കൈകൾ മെല്ലെ താഴോട്ടാക്കാം. നമ്മുടെ കഴുത്തിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. വിശ്രമിക്കാം. അടുത്തത് കാൽമുട്ട് ട്രങ്ക് ട്വിസ്റ്റ് ആണ്. കൈകൾ പതിയെ നേരെയാക്കാം. ശ്വാസം ഇട്ടുകൊണ്ട് നേരെ. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലിയ കൈകൾ വലതുവശത്തോട്ട് നേരെ പുറകിലോട്ട്. ഇടത് കൈ നമ്മുടെ വലത് തോളിന്റെ ഭാഗം തൊടാം. കഴുത്ത് പതിയെ പുറകിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെയാക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ഇടതുവശത്തോട്ട് കൊണ്ടുവരാം. വലത്തെ കൈ ഇടത്തെ തോളിലേക്ക് ഒന്ന് തൊടാം. കഴുത്ത് പതിയെ ബാക്കിലോട്ട് നോക്കാം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മെല്ലെ നേരെ. ഒരു തവണ കൂടെ ആവർത്തി ചെയ്യാം. കൈകൾ നേരെയാക്കാം. മെല്ലെ കൈകൾ താഴോട്ട്. അല്പം വിശ്രാന്തി. അടുത്തത് കാൽമുട്ടിന് വ്യായാമം. കൈകൾ മെല്ലെ
നേരെ കൊണ്ടുവരാം. കൈപ്പത്തി താഴോട്ട് നോക്കുന്ന രീതിയിൽ. കാൽമുട്ടിന് സന്ധിവാതം അധികം അമിതവണ്ണമുള്ളവര് ഈ ക്രിയ ചെയ്യുമ്പം ശ്രദ്ധാപൂർവം ചെയ്യുക. മെല്ലെ കാൽമുട്ട് മുന്നിലോട്ട് മടക്കി നമ്മുടെ നട്ടല് ഹാർട്ടിന്റെ രീതിയിൽ വെച്ചുകൊണ്ട് ഒന്ന് താഴെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെയാക്കാം. ഒരു തവണ കൂടെ ചെയ്യാം. നേരെ വരാം. മെല്ലെ കൈകൾ താഴോട്ട്. അല്പം വിശ്രാന്തി. നമ്മുടെ ചലനത്തിനാല് രക്തചലനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ചലനക്രിയകൾ നമുക്ക് സഹായിക്കും. അടുത്തത് നമ്മള് ആസനം ചെയ്യാൻ സിദ്ധരാവാം. കാലുകൾ 1-2 ഇഞ്ച് അകലത്തിൽ വെക്കാം. സമസ്ഥിതിയിലോട്ട് വരാം. താടാസനം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ നേരെ കൊണ്ടുവരാം. കൈവിരലുകൾ കോർത്ത് പിടിക്കാം. കൈപ്പത്തി വെളിയിലോട്ട് കാണുന്ന രീതിയിലേക്ക് പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലോട്ട് ഉയർത്താം. ഇത് സന്ധിവാതം, വെരിക്കോസ് ഇഷ്യൂസ് ഉള്ളവര് പാദം ഉയർത്താതെ അതേ രീതിയിൽ വെച്ച് ചെയ്യാം. അല്ലാത്തവര് ടോസിലൊന്നും മെല്ലെ മുകളിലോട്ട് ഉയർത്താം. ഒരു 3-5 ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാം. മെല്ലെ പാദങ്ങൾ താഴോട്ട്. കൈകൾ മെല്ലെ സ്ലോ ആയി ഇന്റർലോക്ക് വിളിക്കാം. കൈകൾ പതിയെ സൈഡിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരാം. അല്പം വിശ്രാന്തി. അടുത്തത് വൃക്ഷാസനം. വൃക്ഷം എന്ന മരം. വലത്തെ കാല് ഇത് ബാലൻസ് ഇല്ലാത്തവര് ശ്രദ്ധാപൂർവം ചെയ്യുക. വലത്തെ കാല് മെല്ലെ നമ്മുടെ ഇടത് മൂലാധാരത്തിന്റെ അടുത്ത് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്താം. സ്ഥിതിയിൽ ഒരു 5 ശ്വാസോച്ഛ്വാസം. പതിയെ കൈകൾ താഴോട്ട് ഇറക്കാം. ഇടത് കാല് കൈകൾ മെല്ലെ നേരെ മുകളിലോട്ട് ഒരു പോയിന്റിൽ നോക്കിക്കൊണ്ട് ഒരു 5 ശ്വാസം. മെല്ലെ കൈകൾ പതിയെ ഷോൾഡറിന്റെ ലെവല് കൈപ്പത്തി താഴോട്ട്. മെല്ലെ കൈകളും കാലുകളും താഴെ ഇറക്കാം. വിശ്രമിക്കാം. അടുത്തത് പാദഹസ്താസനം. ഇത് നട്ടല്, ഗ്ലൂക്കോമിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവര് വളരെ പതുക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ആ അഭ്യാസം ഒഴിവാക്കുക. കൈകൾ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ നട്ടലിനോടൊപ്പം പതിയെ ശിരസും നട്ടലും ഒരുപോലെ താഴോട്ട് കൊണ്ടുവരാം. കൈകൾ രണ്ടും കാലിന്റെ ഇരുവശങ്ങളിലായി വെക്കാം. ശിരസ് കാൽമുട്ടിൽ തൊടാൻ നോക്കാം. സ്ഥിതിയിൽ ഒരു 5 ശ്വാസോച്ഛ്വാസം ചെയ്യാം. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് കൈകളും ശിരസും മേലെ നേരെയാക്കാം. കൈകൾ സൈഡിൽ നിന്ന് പതിയെ താഴോട്ട് കൊണ്ടുവരാം. അല്പം വിശ്രാന്തി. അടുത്തത് അർദ്ധ ചക്രാസന. വർട്ടിക്കോ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവര് ഈ അഭ്യാസം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോട് ശ്രദ്ധിച്ച് ചെയ്യാം. കൈകൾ രണ്ടും
നമ്മുടെ കൈവിരലുകൾ താഴോട്ട് കാണുന്ന രീതിയിൽ വെക്കാം. നട്ടെല്ലിന്റെ ഭാഗത്തോട്ട് വെക്കാം. കഴുത്ത് പതിയെ പുറകിലോട്ട് ഒന്ന് ചരിക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് അർദ്ധ ചക്രാസനം രീതിയിൽ ശ്വാസോച്ഛ്വാസം. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. പതിയെ കൈകൾ മെല്ലെ താഴെ. അല്പം വിശ്രമിക്കാം. അടുത്തത് ത്രികോണാസനം. സ്ലിപ്പ് ഡിസ്ക് പ്രോബ്ലം ഉള്ളവര്, ഒന്ന് ശസ്ത്രക്രിയ എല്ലാതും ചെയ്തവര് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. കാലുകൾ കുറച്ചകത്തി വെക്കാം. കൈകൾ പതിയെ ഷോൾഡറിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ വലത് പാദത്തിന്റെ ബാക്ക് സൈഡില് പാദം വലത് വശത്തോട്ടായിട്ട് വെക്കുക. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ കൈ നമ്മുടെ വലത് കാലിന്റെ വലത് വശ ബാക്ക് സൈഡിലായിട്ട് വെക്കുക. ഇടത് കൈ നേരെ മുകളിലോട്ട്. കഴുത്ത് പതിയെ ഇടത്തെ കൈപ്പത്തിയിലേക്ക് നോക്കാം. ഒരു 5 ശ്വാസം. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നേരെ വരാം. കാൽപാദം നേരെയാക്കാം. ഇടതുവശം അതേ രീതി ചെയ്യാം. ഇടത്തെ പാദം ഇടതുവശത്തോട്ട് ചരിച്ചു വെക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴോട്ട്. ഇടത്തെ കാലിന്റെ ഇടതുവശത്തോട്ട് വെക്കാം. വലതു കൈ നേരെ മുകളിലോട്ട്. കഴുത്തിന്റെ ഭാഗം കൈപ്പത്തിയിലേക്ക് നോക്കാം. മിഡിൽ വിരലുകളിലേക്ക് നോക്കി ശ്വാസോച്ഛ്വാസം ചെയ്യാം. മെല്ലെ കൈകൾ നേരെ കൊണ്ടുവരാം. ഷോൾഡർ ലെവൽ. കാൽപാദം നേരെയാക്കാം. കൈകൾ പതിയെ താഴോട്ട് കൊണ്ടുവരാം. അതിനോടൊപ്പം നമ്മുടെ കാലുകളും ചേർത്ത് വെക്കാം. അല്പം വിശ്രമിക്കാം. ഇനി നമ്മൾ ഇരുന്നു കൊണ്ടുള്ള കുറച്ച് ആസനാസ് ചെയ്യുന്നു. മെല്ലെ താഴോട്ട് വരാം. കാലുകൾ നീട്ടി വെക്കാം. കൈകൾ പുറകുവശത്തോട്ട് വെച്ച് വിശ്രാന്തി. മെല്ലെ നട്ടെല്ല് നേരെയാക്കാം. കൈകൾ രണ്ടും നമ്മുടെ കാൽ മുട്ടി തോളിന്റെ അടുത്തായിട്ട് നമ്മുടെ കൈകൾ വെക്കാം. കാലുകൾ നീട്ടിയിരിക്കട്ടെ. ഇതിന് ദണ്ഡാസന എന്ന് പറയുന്നു. പതിയെ കാല് പാദങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് മെല്ലെ നമ്മുടെ മൂലാധാരത്തിനടുത്ത് കൊണ്ടുവരാം. ഭദ്രാസന. ഭദ്ര പോലെയുള്ള ആസനം ഇത്. ഭദ്രാസന. ഇതും കഠിന ആർത്തറ്റിസ് ബുദ്ധിമുട്ടുള്ളവര് ചെയ്യുമ്പോൾ, നട്ടലിന് വല്ല ഇതുമുള്ളവര് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കൈ കൊണ്ട് കാല് കൂർത്ത് പിടിക്കുക. നട്ടല് നിവർന്നിരിക്കട്ടെ. ശിരസ് നട്ടല് നേരെയാക്കാം. പറ്റുന്നിടത്തോളം കാൽപാദങ്ങൾ ഇരുവശങ്ങളിലേക്ക് പതിക്കാൻ നോക്കാം. ബോധപൂർവം ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു 5 ശ്വാസം എടുക്കാം. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ നേരെയാക്കാം. കൈകൾ പുറകോട്ട് വെച്ച് വിശ്രാന്തി. അടുത്തത് വജ്രാസന. വലത് കാലില് വലത്തെ കൈ കൊണ്ട് പുറകിലോട്ട് വെക്കാം. ഇടത്തെ കൈ കൊണ്ട് ഇടത് കാൽ ബാക്കിലോട്ട് വെക്കാം. വജ്രാസന. കാൽമുട്ടിന് സർജറി അല്ലതുമുള്ളവര് ഈ അഭ്യാസം ചെയ്യാതിരിക്കുക. നട്ടല് കൈകൾ രണ്ടും കാൽമുട്ടിന് മേലേക്കാം. നട്ടല് നിവർന്നിരിക്കട്ടെ. നേരെ നോക്കാം. പറ്റുമെങ്കിൽ കണ്ണുകൾ ക്ലോസ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കാം. നേരെ വരാം.
മെല്ലെ കാലുകൾ നീട്ടി വിശ്രാമം. അടുത്തത് ഉഷ്ട്രാസന. അർദ്ധ ഉഷ്ട്രാസന ചെയ്യാം. ഇത് ഹെർണിയ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവര് മെല്ലെ ചെയ്യാം. വലത്തെ കാല് ബാക്കിലോട്ട് മടക്കാം. ഇടത്തെ കാല് അതേ രീതിയിൽ മടക്കി വെക്കാം. മുട്ടുകാലിൽ നിൽക്കാം. കൈ പുറകു വശം ഈ രീതി കൈവിരലുകൾ താഴോട്ട് കാണുന്ന രീതി വെക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. കൈകളെ റിലീസ് ചെയ്യാം. വജ്രാസനത്തിൽ ഇരിക്കാം. വിശ്രാമം. ഉഷ്ട്രാസന. പൂർണ്ണ ഉഷ്ട്രാസന ചെയ്യാം. കാൽമുട്ടിലേക്ക് വരാം. വലത് കൈ വലത് പാദത്തിലേക്ക് തൊടിയിക്കാം. ഇടത് കൈ ഇടത്തേ പാദം ഒന്ന് പുറകിലോട്ട് നോക്കാം. സ്ഥിതിയിൽ വരാം. പതിയെ നേരെ വരാം. വജ്രാസനത്തിൽ ഇരിക്കാം. വിശ്രാമം. അടുത്തത് ശശങ്കാസന. കാലുകൾ ഒന്ന് അകത്തി വെക്കാം. കൈകൾ മുൻവശത്തോട്ട് നേരെ മുന്നിലോട്ട് കൊണ്ടുവരാം. നെറ്റി തറയിൽ മുട്ടിക്കാം. ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് ശ്വാസോച്ഛ്വാസം. മെല്ലെ നേരെ വരാം. കാല് പതിയെ ചേർത്ത് വെക്കാം. വിശ്രാമം. അടുത്തത് ഉത്താന മണ്ഡൂകാസന. കാൽമുട്ടുകൾ അകത്തി വെക്കാം. കൈകൾ നേരെ മുകളിലോട്ട് ഉയർത്താം. വലത്തെ കൈ ഇടത് ഭുജത്തെ തൊടുന്ന രീതിയിൽ പുറകിലേക്ക് വെക്കാം. ഇടത് കൈ വലത് ഭുജത്തെ തൊടുന്ന രീതിയിൽ വെക്കാം. കൈ ക്രോസ് ആയിരിക്കണം പുറകില്. നട്ടെല്ല് കഴുത്ത് നേരെയാക്കാം. ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. മെല്ലെ കൈ മുകളിലോട്ട് ഉയർത്താം. പതിയെ കൈകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവരാം. കാൽമുട്ട് ചേർത്ത് വെക്കാം. വിശ്രാമം. മെല്ലെ വലത്തെ കാല് മുന്നിലോട്ട് നീട്ടി വെക്കാം. ഇടത് കാല് നീട്ടാം. കൈ രണ്ടും ബാക്കിലോട്ട്. വിശ്രാമം. അടുത്തത് നമ്മുടെ വക്രാസനം. വലത്തെ കാല് മടക്കി നമ്മുടെ ഇടത് കാൽമുട്ടിന്റെ ലെവലിൽ വെക്കാം. കൈ മുകളിലോട്ട് ഉയർത്താം. വലത്തെ കൈ പുറകിലോട്ട്. ഇടത്തെ കൈ കൊണ്ട് വലത് കാല് ചുറ്റിപ്പിടിക്കാം. പുറകിലോട്ട് നോക്കി ശ്വാസോച്ഛ്വാസം ചെയ്യാം. മെല്ലെ നേരെ വരാം. കാല് പതിയെ നീട്ടി വെക്കാം. ഇടത് കാല് മടക്കാം. ഇടത് കൈ ബാക്കിലോട്ട്. വലത് കൈ കാലിനെ ചുറ്റിപ്പിടിക്കാം. പുറകിലോട്ട് നോക്കാം. ശ്വാസോച്ഛ്വാസം ചെയ്യാം. മെല്ലെ നേരെ വരാം. കാൽ പതിയെ നീട്ടി വെക്കാം. കൈ ബാക്കിലോട്ട് വെക്കാം. വിശ്രാമം. അടുത്തത് മകരാസനം ചെയ്യാം. നല്ല കമിഴ്ന്ന് കിടക്കാം. കാലുകൾ രണ്ടും അകത്തി വെക്കുക.
കാൽപാദങ്ങൾ ഇരുവശങ്ങളിലായി നിൽക്കട്ടെ. കൈകൾ നേരെ മുകളിലോട്ട് ഉയർത്താം. മെല്ലെ കൈകൾ രണ്ടും ചിന്നിന്റെ അടുത്ത് കൊണ്ടുവരാം. ഒരു കൈപ്പത്തി ഒന്നിനു മേളിൽ ഒന്നിനാകി വെക്കാം. മെല്ലെ കഴുത്ത് ഇടതുവശത്തോട്ട് ചരിച്ച് വിശ്രാന്തി എടുക്കാം. മകരാസനം. അടുത്തത് ഭുജംഗാസനം. ഇതും നട്ടലിന് ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ളവര് വളരെ മെല്ലെ ചെയ്യണം. പറ്റില്ല ചെയ്യാതിരിക്കുക. കാലുകൾ രണ്ടും ചേർത്ത് വെക്കാം. പാദങ്ങൾ നന്നായി നിലത്ത് പതിഞ്ഞിരിക്കട്ടെ. കൈ രണ്ടും നെഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവരാം. ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കഴുത്ത് നെഞ്ഞ് നേരെ മുകളിലോട്ട് ഉയർത്താം. ഭുജംഗാസനം. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് പതിയെ താഴോട്ട് വരാം. കാലുകൾ ദൂരെ അകത്തി വെക്കാം. മകരാസന വിശ്രാന്തി. അടുത്തത് ശലഭാസനം. കഠിന നടുവേദന ഉള്ളവര് ഈ ആസന ചെയ്യാതിരിക്കാം. കൈകൾ രണ്ടും ശരീരത്തിനടുത്ത് കൊണ്ടുവരാം. കൈപ്പത്തി ദ്രോണമുദ്രയിൽ ഉണ്ടാവട്ടെ. കാലുകൾ രണ്ടും ചേർത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കാലുകൾ മുകളിലോട്ട് ഉയർത്താം. ശലഭാസനം. മെല്ലെ കാല് താഴോട്ട് കൊണ്ടുവരാം. വിശ്രാമം. മെല്ലെ മലർന്ന് കിടക്കാം. അടുത്തത് സേതുബന്ധാസനം. കാൽമുട്ടുകൾ മടക്കി വെക്കാം. നടുവേദന, ഹെർണിയ പോലുള്ള അസുഖങ്ങളുള്ളവര് ഈ ആസനം ചെയ്യാതിരിക്കുക. സേതുബന്ധാസന, ബ്രിഡ് പോസ്റ്റ്. കൈകൾ കൊണ്ട് കാൽപാദങ്ങളെ പിടിക്കാൻ പറ്റുമോ പിടിക്കാം. മെല്ലെ നമ്മുടെ ശരീരം വയറ് മുകളിലോട്ട് ഉയർത്താതെ വയറുള്ളിലോട്ടാക്കുക. ബോഡി മാത്രം മുകളിലോട്ട് ഉയർത്തുക. സ്ഥിതിയില് ഒരു 5 ശ്വാസം. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ നേരെ വരാം. കാൽപാദങ്ങളെ നേരെയാക്കാം. വിശ്രാമം. അടുത്തത് പാദ ഉത്താസന. പാദോത്താസന. ഇരു കാലുകളും ഒരുപോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ കൊണ്ടുവരാം. പാദം നമുക്ക് കാണുന്ന ലെവലില് പാദം കൊണ്ട് പാദങ്ങൾ നേരെ മുന്നിലോട്ട് നീട്ടിപ്പിടിക്കാം. കാൽപാദങ്ങളിലേക്ക് നോക്കി ശ്വാസോച്ഛ്വാസം ചെയ്യാം. വയറ് സംബന്ധ അസുഖമുള്ളവര് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പതിയെ കാൽപാദങ്ങൾ ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴോട്ട് കൊണ്ടുവരാം. കാൽപാദങ്ങൾ ഇരുവശങ്ങളിലാക്കാം. വിശ്രാമം. അടുത്തത് അർദ്ധഹാലാസനം. കാലുകളെ ചേർത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ നേരെ മുകളിലോട്ട് നേരെ സ്ട്രെച്ച് ചെയ്യാം. പാദങ്ങൾ നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന പോലെ ഈ രീതിയിൽ വെക്കാം. ഇരു കാലുകളും ചേർന്നിരിക്കട്ടെ. കൈകൾ രണ്ടും സൈഡിലോട്ട്. അർദ്ധഹാലാസനം. നമ്മുടെ വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക. കാൽപാദങ്ങളെ ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യും. സ്ലോലി കാലുമെല്ലെ താഴോട്ട് കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് കാലുകളിലെ താഴെ. ഇരുകാലുകളും ഇരുവശങ്ങളിലേക്ക് വെക്കാം. വിശ്രാമം. അടുത്തത് പവനമുക്താസന. ഇതോ ഹരണ്യ
വയറ് സംബന്ധമായി വല്ല അസുഖമുള്ളവര് ഇത് ചെയ്യാതിരിക്കുക. ഇരുകാലുകളും ചേർത്ത് വെക്കുക. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ടുകളെ മടക്കി നമ്മുടെ വയറിനോട് ചേർത്ത് വെക്കുക. ഇരു കൈകൾ കൊണ്ട് കൂർത്ത് പിടിക്കുക. ശിരസ് പറ്റുമെങ്കിൽ കാൽമുട്ടിൽ തൊടിയിക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുക. മെല്ലെ ശിരസ് താഴെ വെക്കുക. കാലുകൾ പതിയെ നേരെയാക്കാം. ഇരു കാലുകളും ഒരു 2-3 അടി അകലെ വെച്ച് പാദങ്ങൾ ഇരുവശങ്ങളിലേക്ക് വെക്കുന്ന രീതി വെക്കുക. കൈകൾ രണ്ടും ആകാശമുദ്രയിൽ വെക്കുക. ശരീരം മുഴുവൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫുൾ ബോഡി റിലാക്സ്. വിശ്രാന്തി. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒബ്സർവ് ചെയ്യുക. കാൽപാദം തൊട്ട് ശിരസ് വരെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാ ഭാഗങ്ങൾക്കും വിശ്രാന്തി കൊടുക്കുക. മെല്ലെ ഇരു കാലുകളും ചേർത്ത് വെക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് അടുത്ത് കൊണ്ടുവരിക. ഇടത്തെ കൈ നെഞ്ഞിന്റെ ഭാഗത്ത് വെക്കുക. മെല്ലെ വലതുവശത്തോട്ട് ഒന്ന് ചെരിഞ്ഞു കിടക്കാം. ഇടത്തെ കൈ നിലത്ത് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് മെല്ലെ മുകളിലോട്ട് വരാം. എല്ലാം നേരെ ഇരിക്കാം. അടുത്തത് പ്രാണായാമമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രാണായാമത്തിന് അവരവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥിതിയിലിരിക്കാം. ഏത് ആസനത്തിൽ വേണ്ടിയിരിക്കാം. സുഖാസനം, വജ്രാസനം, പദ്മാസനം. നട്ടെല്ല് നേരെയാക്കാൻ നോക്കുക. കഴുത്ത് നേരെ. മുഖത്ത് നല്ലൊരു മന്ദഹാസം ഉണ്ടായിരിക്കട്ടെ. കപാലഭാതി പ്രാണായാമ 20-20 അങ്ങനെ 3 തവണ ചെയ്യാം. ഓരോ 20 റൗണ്ട് ചെയ്ത ശേഷം അല്പം വിശ്രാന്തി എടുത്ത് വീണ്ടും 20 തവണ ആ രീതി ചെയ്യാം. തുടങ്ങാം. ഹൈ BP, ഹാർട്ട് പ്രോബ്ലം ഉള്ളവര് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാം. വളരെ പതുക്കെ ചെയ്യുക. വിശ്രാന്തി. സെക്കൻഡ് റൗണ്ട് ചെയ്യാം.
20 തവണ കഴിഞ്ഞവര് ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാം. തേർഡ് റൗണ്ട് ചെയ്യാം. കഴിഞ്ഞൊരു ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് നാഡീശോധന പ്രാണായാമം ചെയ്യാം. ഇടത്തെ കൈ ചിന്മുദ്ര, വലത് കൈ വിഷ്ണുമുദ്ര അഥവാ മൃഗീയ മുദ്രയിൽ ചെയ്യാം. വലത് തമ്പ് കൊണ്ട്, വലതേ കൈയിലെ തമ്പ് കൊണ്ട് വലത് നാസികാദ്വാരം അടക്കുക. ഇടത് സൈഡിലൂടെ ശ്വാസം എടുക്കുക. മോതിരവിരൽ കൊണ്ട് ഇടതുവശത്തെ നാസിക ക്ലോസ് ചെയ്യുക. വലതുവശത്തെ നാസികാദ്വാരം തുറക്കാം. ശ്വാസം വലതുവശത്തോട്ട് വെളിയിലോട്ട് വിടാം. വീണ്ടും വലതുവശത്തോട്ട് ശ്വാസം എടുക്കാം. വലത് നാസികാദ്വാരം അടക്കാം. ഇടതുവശം ഓപ്പൺ ചെയ്ത് ഇടതുവശത്തോട്ട് വെളിയിലോട്ട് വിടാം. ഇത് ഒരു റൗണ്ട്. ഇതേ രീതി 4 റൗണ്ട് ചെയ്ത് തിരിച്ചു വരാം. അഞ്ച് റൗണ്ട് കഴിഞ്ഞവര് ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് ശീതളി പ്രാണായാമം ചെയ്യാം. നാവ് ഒരു ട്യൂബിന്റെ, ഇത് ജലദോഷം ഉള്ളവര് ചെയ്യാതിരിക്കുക. നാവ് ഒരു ട്യൂബിന്റെ ആകൃതിയിൽ കൊണ്ടുവരാം. മുന്നിലോട്ട് നീട്ടി ഒന്ന് മടക്കി ഈ രീതി. വായിലൂടെ ശ്വാസം എടുക്കാം. എടുത്ത ശ്വാസം വായി ക്ലോസ് ചെയ്ത് മൂക്കിന്റെ ദ്വാരത്തിലൂടെ ശ്വാസം വെളിയിലോട്ട് വിടാം. ഈ രീതി ചെയ്യാം. വായു മെല്ലെ ക്ലോസ് ചെയ്ത് മൂക്കിന്റെ ദ്വാരത്തിലൂടെ ശ്വാസം വെളിയിലോട്ട് വിടാം. ഒരു റൗണ്ട് കഴിഞ്ഞു. ഇതുപോലെ 4 റൗണ്ട് ചെയ്ത് തിരിച്ചു വരാം. അഞ്ച് റൗണ്ട് കഴിഞ്ഞവരൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനകത്ത് കുളിർമ അനുഭവിക്കുക.
അടുത്തത് ഭ്രമരി പ്രാണായാമം ചെയ്യാം. ഷൺമുഖി മുദ്രയിലോട്ട് വരാം. കമ്പുവിരൽ കൊണ്ട് നമ്മുടെ ചെവിയുടെ അഗ്രഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം. ആൾക്കാട്ടി വിരല് നെറ്റിയിൽ നമ്മുടെ പിരുകത്തിന് താഴെ വെക്കാം. മിഡിൽ ഫിംഗർ മൂക്കിന്റെ ഇരുവശങ്ങളിലായിട്ട് വെക്കാം. മോതിര വിരൽ നമ്മുടെ ചിന്നിന് മുകളിൽ വെക്കുക. ചെറുവിരൽ ചിന്നിന് വെടിക്കാം. ഇനി ഷൺമുഖി മുദ്ര. ദീർഘമായ ശ്വാസം എടുക്കുക. മകാരത്തിൽ ഉച്ചാരണം ചെയ്യാം. ഇത് ഒരു റൗണ്ട്. ഈ രീതി 4 റൗണ്ട് കൂടെ ചെയ്യാം. കഴിഞ്ഞവര് പതിയെ കൈകൾ മെല്ലെ താഴോട്ട് കൊണ്ടുവന്ന് ചിന്മുദ്രയിൽ വെക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. അല്പസമയം ധ്യാനത്തിലിരിക്കാം. മെല്ലെ ധ്യാനത്തിൽ നിന്ന് വെളിയിലോട്ട് വരാം. കൈകൾ മെല്ലെ നമസ്കാര സ്ഥിതിയിലോട്ട് കൊണ്ടുവരാം. ഇനി നമ്മള് സങ്കല്പം എടുക്കാം.
നമ്മുടെ മനസ്സിനും എല്ലാവരും മനസ്സിലൊന്ന് കരുതുക. മനഃശാന്തിക്കും സമാധാനത്തിനും ഐക്യത്തോടും സമാധാനത്തോടും നമ്മുടെ കുടുംബത്തിനോടും നാം ചെയ്യുന്ന ജോലിയിലും ലോകത്തിലോ എല്ലാ സമാധാനത്തിനും വേണ്ടി ഇതുപോലുള്ള അഭ്യാസങ്ങൾ നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് പകർക്കാം എന്ന് മനസ്സിനുള്ളിൽ നാം സങ്കല്പമെടുക്കാം. ഇനി നമ്മള് ലോക നന്മയ്ക്കായി ലോക കല്യാണ മന്ത്രം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശിരസ് മെല്ലെ താഴ്ത്തി നമസ്കരിക്കാം. മെല്ലെ നേരെ വരാം. ബോലോ ഭാരത് മാതാ കി जय പ്രഭു ശ്രീരാമചന്ദ്ര മഹാരാജ് കി जय വന്ദേ मातरम വന്ദേ मातरम പ്രിയമക്ക ഹരിയോ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന SPVSS സമിതിയോടും ഇത് ചെയ്യാൻ ചയച്ച ആ ഭഗവാനോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കളോടും മുഖ്യ ശിക്ഷകരോടും സമിതിയിലുള്ള എല്ലാ ഗുരുക്കന്മാരോടും നന്ദി. ഹരിയോ ഹരിയോ. हरि ओम